പലഹാരം ഞാനിവിടെ ഉണ്ടാക്കാൻ പോവുകയാണ്. എന്താണെന്ന് വെച്ചാൽ കുറച്ച് അരി ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് പണ്ടൊക്കെ വീടുകളിൽ ഉണ്ടാക്കിയിരുന്നതാണ്. ഇനി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതുണ്ടാക്കാൻ വേണ്ടി ഈ അരി വറുക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അരി അതിനകത്തോട്ട് ഇടുകയാണ്. കഴുകി വൃത്തിയാക്കിയ അരിയാണേ. അപ്പോൾ നമുക്ക് വറുക്കാം. ഇതിനാവശ്യമായ മധുരത്തിന് ഞാൻ ശർക്കര പാനിയാക്കാൻ വേണ്ടി ഞാനിവിടെ വെച്ചിട്ടുണ്ട്. കുറച്ച് ശർക്കര ഞാൻ എടുത്തിട്ടുള്ളൂ. അധികം മധുരം വേണ്ട, അതുകൊണ്ടാണ് കുറച്ച് എടുത്തേക്കുന്നത്. അരി വറുക്കാൻ ഞാൻ വെച്ചിട്ടുണ്ട്. പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഇരുന്നപ്പോൾ ഇതൊന്നുണ്ടാക്കണമെന്ന് തോന്നി. അപ്പോൾ ഞാൻ നേരത്തെ അരി കഴുകി വൃത്തിയാക്കി ഉണക്കാൻ വെച്ചിരുന്നു. അരി പൊട്ടുന്നുണ്ട് കേട്ടോ. ഇവിടെ അരി പൊട്ടുന്ന സൗണ്ട് കേട്ടോ. അരി പൊട്ടുന്നുണ്ട്. പണ്ടൊക്കെ വീട്ടിലുണ്ടാക്കുമായിരുന്നു. അത് ഇതുപോലെ അരി വറുത്തിട്ട് പൊടിച്ച് ശർക്കരയും തേങ്ങയൊക്കെ ഇട്ട് അങ്ങനെ ഉണ്ടാക്കുമായിരുന്നു. അരി നന്നായിട്ട് വറുത്തിട്ടുണ്ട്. അരി പൊട്ടുന്നു. അപ്പോൾ ഇത് തണുത്തിട്ട് നമുക്ക് മിക്സിയിൽ ഇട്ട് പൊടിക്കാം. ഇതൊന്നുകൂടെ പൊട്ടാനുണ്ട്. ഇവിടെ അരി വറുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തണുക്കട്ടെ. ഇവിടെ ഞാൻ അരമുറി തേങ്ങ തിരികിയതും 2 ഏലക്ക കുറച്ച് ജീരകവും കൂടെ എടുത്തിട്ടുണ്ട്. ഇത് മിക്സിയിലിട്ട് പൊടിക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. ഇതിനകത്ത് ഒരു നുള്ളു ഉപ്പൂടെ ഇടാം. മധുരത്തിൻ്റെ ഒരു ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ളു ഉപ്പൂടെ ചേർക്കാം. ഇത് ഞാൻ മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് പൊടിച്ചിട്ട് തേങ്ങയും ഏലക്കയും ജീരകവും കൂടെ ചേർക്കാം. പിന്നെ അത് ഒന്നുകൂടെ ഇതാക്കിയിട്ട് പിന്നെ നമുക്ക് ശർക്കരപ്പാനി ചേർക്കാം. അവിടെ താണ്ട ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. തേങ്ങയും ജീരകവും എല്ലാം ചേർത്തിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഏലക്കയൊക്കെ ചേർത്തല്ലേ. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്കിതാ ഇങ്ങനെ ഉരുട്ടിയെടുത്തും വയ്ക്കാം. ഉരുട്ടിയെടുത്ത് നമുക്കിത് വെച്ച് ഇങ്ങനെ ഉരുട്ടിയെടുത്തും കഴിക്കാം, വെച്ചിരുന്ന് കഴിക്കാം. ഇപ്പോൾ ഞാനിപ്പോൾ ഉരുട്ടിയെടുക്കുന്നില്ല. എനിക്കിങ്ങനെ തിന്നാനാണ് ഇഷ്ടം. അപ്പോൾ നിങ്ങൾ 4 മണിക്ക് ചായയുടെ കൂടെയൊക്കെ ഇത് കഴിക്കാം. അപ്പോൾ നമ്മുടെ സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. നിങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കുക.